ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇതാ അവിടെ എത്തിയാൽ പിന്നെ പണികളൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് പിന്നെ അത് തന്നെയാണല്ലോ ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ ഉന്നക്കായ്ക്കുള്ള പഴം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചു. തേങ്ങയും പഞ്ചസാരയും ഏലക്കായും പിന്നെ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ ഉന്നക്കായൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഉന്നക്കായൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു വീട്ടിൽ നിന്ന് കണ്ടുപോകാം കേട്ടോ. പിന്നെ ചിക്കൻ റോളിൻ്റെ മസാലയും ഉണ്ടാക്കി വെച്ചു. എന്നാൽ പിന്നെ ഒരാളും ഉണ്ടാക്കി വെച്ചാൽ മറ്റേക്ക് പിന്നെ ദോശ ഇട്ടിട്ട് അങ്ങ് ചിക്കൻ റോൾ അങ്ങ് ഇതാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതിൻ്റെ ചിക്കൻ റോളിന് വേണ്ടിയിട്ട് നമ്മൾ ദോശ ഇട്ടിട്ടാണ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാവ് കലക്കി വെച്ചു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് ആളുകളൊന്നുമില്ല നോമ്പ് തുറക്കാൻ. ഒരു ചെറിയൊരു നോമ്പറ, ഒരു 10-30 ആൾ അടങ്ങിയിട്ടുള്ളൊരു നോമ്പറയാണ് കഴിച്ചത്. എല്ലാ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാളെ രണ്ടാളെ വിളിച്ചിട്ട് അങ്ങനെയാണ് നോമ്പുറ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതിൽ നല്ല റാഹത്തായിട്ട് തന്നെ നോമ്പുറ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതോടുകൂടി എനിക്ക് പനിയും പിടിച്ച് കിടപ്പിലായി. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം അത് ദോശ ഇടാൻ നാത്തൂന് അവിടെ ദോശ ഇടുന്നുണ്ട്. മറ്റേ നാത്തൂന് ചിക്കൻ റോൾ ഇതാ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ മുട്ട ബജിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ മാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ മുട്ട ബജിക്കുള്ള ഇതൊക്കെ ഞാനിതാ മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഉച്ചയൊക്കെ അങ്ങനെ ആയപ്പോൾ പൊറോട്ടി ചുട്ടവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊറോട്ടിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടിക്കുള്ള മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒരാൾ പരത്തി കൊടുത്താൽ മറ്റാൾക്കത് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളിതാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പണികളൊക്കെ പെട്ടെന്ന് കഴിയും. ഇതിപ്പോൾ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്നാക്സായിട്ട് ഉന്നക്കായ്, ചിക്കൻ റോള്, മുട്ട ബജി, പിന്നെ ജ്യൂസിന് ടെൻഡർ കോക്കനട്ട് ജ്യൂസ് അടിച്ച് അതിൻ്റെ പൾപ്പ് വാങ്ങിയിട്ട് അടിക്കുക ചെയ്തേ. പിന്നെ പൊറോട്ടി, ബീഫ് ബിരിയാണി, ബീഫ് വരട്ടിയത്, ചിക്കൻ വരട്ടിയത്, പുഴുക്ക് കഞ്ഞി, ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് മഗ്‌രിബിനേക്ക് പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് എല്ലാം ഓരോന്നോരോന്നിങ്ങനെ അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട്. നാല് മണി അങ്ങനെ ആയപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ പൊരിക്കടികളൊക്കെ പൊരിക്കാൻ തുടങ്ങി. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാകുന്നുണ്ട്. മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ റോളൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ മുട്ട ബജിയും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരിത് കൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. എല്ലാത്തിൻ്റെ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ചെറിയൊരു വ്ളോഗായിട്ട് എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു. ഇത് നോമ്പ് 10-ൻ്റെ അന്നാണ് നമ്മൾ നോമ്പുറ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് നോമ്പുറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയും കാണാം.